ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ട ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് മുട്ട പുഴുങ്ങിയത് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അര കപ്പ് കടലമാവ്, 2 കപ്പ് മൈദാമാവ്, എപ്പോഴും ഈ കടലമാവിൻ്റെ ഇരട്ടി അളവിൽ മൈദാമാവ് ഇടണം, എന്നാലാണ് അതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഇതിന് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം കായംപൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഈ അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒരു അര ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും. ഇനി 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എഡിറ്റിങ്ങിനിടെ ആ വെള്ളം ഒഴിക്കണതൊക്കെ കട്ടായി പോയിട്ടാ, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത്തിരി ലൂസായിപ്പോയി. അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആവാനായിട്ട് 1 ടീസ്പൂൺ മൈദമാവും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയുമ്പോൾ അതൊന്ന് പിടിക്കണം. അതിങ്ങനെ ലൂസായിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാതെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ പോകും മുട്ടയിൽ നിന്ന്. നന്നായിട്ട് ഈ കടലമാവിൻ്റെ ഈ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ, നല്ല രീതിയിൽ. ഇനി അത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും വെക്കരുത് കേട്ടോ. 10 മിനിറ്റ് കൂടുതൽ വെച്ചാൽ മുട്ടയിൽ അത് പിടിക്കൂല, മാവ് പിടിക്കൂല. പിന്നെ നിങ്ങളെപ്പോഴും ചെയ്യുമ്പോൾ കുഴിയുള്ള ചട്ടിയിൽ ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി പരന്ന പാത്രമായിപ്പോയി, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് ഇരുമ്പിൻ്റെ കുഴിയുള്ള ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബോൾ പോലെ വരും. നല്ല അതിൻ്റെ അളവിലാണ് ഇപ്പോൾ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുത്തേക്കണം. നല്ല ബോൾ പോലെ റെഡിയായി വരും. അപ്പോൾ ഞാൻ ആദ്യം ഒരു വട്ടം ഇത് മുട്ട ബജി ഞാൻ പൊരിച്ചെടുത്തതാണ്. അപ്പോൾ അത് വീഡിയോയിൽ കിട്ടിയില്ല, ഞാൻ ഓണാക്കാൻ വിട്ടു. ഇത് രണ്ടാമത് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു കുഴിയുള്ള ചട്ടി ആയിരുന്നെങ്കിൽ അതിങ്ങനെ നല്ല ബോൾ പോലെ വന്നേനെ അത് മുട്ട ബജി. ഇനി നമുക്കത് കോരിയെടുക്കാം. പലപ്പോഴും ഇങ്ങനെ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇതിങ്ങനെ ഓണാക്കുമ്പോൾ പല സമയത്ത് ഓണാവാറില്ല. അതങ്ങനെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കൂല. പിന്നീട് നോക്കുമ്പോഴാണ് അയ്യോ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പിന്നെ നോക്കുമ്പോഴാണ് അറിയണം. ഭാഗ്യത്തിന് രണ്ടാമത്തെ വട്ടം ഇട്ടപ്പോഴെങ്കിലും അതെങ്കിലും കിട്ടി. ഇപ്പം മുട്ട ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട ബജിയാണ് കേട്ടോ. തട്ടുകടയിൽ കിട്ടണ ആ ടേസ്റ്റൊന്നും അല്ല, അതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻസൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ മുട്ട ബജി എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നന്ദി, നമസ്കാരം.